ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ കൂദാശ, അതിൻ്റെ പ്രാധാന്യം എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. നമ്മൾ ഇന്ന് കുറച്ചുകൂടി ഫോക്കസ് ചെയ്യുന്നത് വിവാഹമെന്ന കൂദാശയെക്കുറിച്ചാണ്. നമ്മൾ കണ്ടത് മറ്റു കൂദാശകൾക്കും ആപ്ലിക്കബിൾ ആയിട്ടുള്ള പല കാര്യങ്ങളാണ് മനസ്സിലാക്കിയത്. പക്ഷേ ഇന്ന് നമ്മൾ വിവാഹം എന്ന കൂദാശയെ കുറച്ചുകൂടി കേന്ദ്രീകരിച്ച് കാണാൻ പോവുകയാണ്. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 1619. ഇവിടെ നമ്മൾ കാണുന്നു വിവാഹം എന്നത് ഒരു കൂദാശയാണ്. അതുപോലെ തന്നെ ദൈവരാജ്യത്തെ പ്രതി കന്യാത്വം സ്വീകരിക്കുന്നതും അതും ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു വിളിയാണ്. എന്ന് പറഞ്ഞാൽ വിവാഹ ജീവിതത്തിനുള്ള വിളി, വിവാഹിതരാകാതെ കന്യാത്വം കാത്തുപാലിച്ച് ജീവിക്കുന്ന ഒരു ജീവിതാന്തസ്, ഇത് രണ്ടും ക്രിസ്തുവിൽ നിന്ന് വരുന്നു എന്ന യാഥാർത്ഥ്യമാണ് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 1619 നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരു വ്യക്തിയുടെ ഏറ്റുപറച്ചിൽ എൻ്റെ മനസ്സിൽ ഇപ്പോഴും വളരെ ഫ്രഷായിട്ട് കിടപ്പുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, എനിക്ക് 3 മക്കളുണ്ട്, എന്നാൽ ഞങ്ങളുടെ വിവാഹം ഒരു കൂദാശയായി മാറിയിട്ടില്ല എന്നെനിക്കറിയാം. കല്യാണം കഴിച്ചു, ഏതാനും വർഷങ്ങൾ കൊണ്ട് 3 മക്കളുണ്ടായി. ഇതെല്ലാം ആണെങ്കിലും വിവാഹം ഒരു കൂദാശയായി മാറിയിട്ടില്ല. അതിൻ്റെ കാരണം അദ്ദേഹം പറഞ്ഞത്, ഇപ്പോഴും ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ ജോലി, ഞങ്ങളുടെ സമ്പത്ത് ഇങ്ങനെ പറയാൻ പറ്റുന്നില്ല. നിന്റെ ശമ്പളം എൻ്റെ ശമ്പളം, അതുപോലെ തന്നെ നിന്റെ ജോലി എൻ്റെ ജോലി, നിന്റെ കുടുംബാംഗങ്ങൾ എൻ്റെ കുടുംബാംഗങ്ങൾ, ചിലർ മക്കളെ പോലും വേർതിരിച്ച് നിന്റെ കൊച്ച് എൻ്റെ കൊച്ച്, ഇങ്ങനെയൊരു അവസ്ഥ കിടന്നതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, ഞങ്ങളുടെ വിവാഹം ശരിക്കും ഒരു കൂദാശയായി മാറിയിട്ടില്ല എന്നുള്ളത്. ശരിക്കും കൂദാശയായാൽ ദമ്പതികളുടെ ഇടയിൽ ഞാൻ നീ എന്നതിനേക്കാൾ നമ്മൾ ഞങ്ങളുടെ അങ്ങനെയുള്ള പദപ്രയോഗങ്ങളായിരിക്കും കൂടുതലായിട്ട് വരിക. ഇതിൻ്റെ വെളിച്ചത്തിൽ ഏതാനും ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. വിവാഹത്തിൻ്റെ നന്മയുടെ ഉറപ്പ് യേശു ക്രിസ്തുവിലൂടെ വരേണ്ടതാണ്. വിവാഹ ജീവിതം നല്ലതെന്ന്, അല്ലെങ്കിൽ നല്ല രീതിയിൽ അത് മുമ്പോട്ട് പോകാൻ പറ്റുന്നു എന്നത് സാധ്യമാകുന്നത് യേശു ക്രിസ്തുവിലൂടെയാണ്. ഭാര്യയ്ക്കും ഭർത്താവിനും യേശുവുമായി നല്ലൊരു ബന്ധമുണ്ടെങ്കിൽ ആ ഒരു സ്നേഹബന്ധം വെച്ച് പരസ്പരം സ്നേഹിക്കാനും ശരിയായ ബന്ധത്തിൽ അവരുടെ ജീവിതം മുമ്പോട്ട് നയിക്കാൻ അവർക്ക് സാധിക്കും. ഇക്കാര്യം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാരഗ്രാഫാണ് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 1613. കാനായിലെ കല്യാണ വിരുന്നിൽ നടന്ന അത്ഭുതം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സഭ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം നമുക്കിവിടെ കാണാൻ പറ്റും. മറിയത്തിൻ്റെ അഭ്യർത്ഥന പാലിച്ചുകൊണ്ട് യേശു ആദ്യത്തെ അത്ഭുതം പ്രവർത്തിച്ചു. അത് ആ കുടുംബത്തിന് അനുഗ്രഹപ്രദമായി മാറി. അവരുടെ അപമാനം, അല്ലെങ്കിൽ അവർ അപമാനിതരാകുന്നതിൽ നിന്നും അവരെ അത് രക്ഷിച്ചു എന്നുള്ളത് നമുക്കിവിടെ കാണാൻ പറ്റും. ഇതിൻ്റെ വെളിച്ചത്തിൽ നാം മനസ്സിലാക്കിയിരിക്കേണ്ട 2 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, യേശുവിൽ സ്ഥാപിതമായിരിക്കണം വിവാഹം, കുടുംബം എന്നിവ. അടിസ്ഥാനം യേശുവായിരിക്കണം, യേശുവിൻ്റെ കൃപയായിരിക്കണം, യേശുവിൻ്റെ സ്നേഹമായിരിക്കണം. രണ്ടാമത്തെ കാര്യം, കുടുംബത്തിൽ മറിയത്തിന് ഒരു സ്ഥാനം ഉണ്ടാകണം. നമ്മൾ കണ്ടു, മറിയത്തിൻ്റെ മാധ്യസ്ഥമാണ് യഥാർത്ഥത്തിൽ ഇവിടെ ആദ്യത്തെ അത്ഭുതം പ്രവർത്തിക്കാൻ യേശുവിനെ പ്രേരിപ്പിച്ചത്. അങ്ങനെ യേശുവിനും മറിയത്തിനും പ്രാധാന്യമുള്ള വിവാഹത്തിൽ, കുടുംബത്തിൽ അതിൻ്റേതായിട്ടുള്ള നേട്ടമുണ്ടാകും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവസാനമായിട്ട് നമ്മൾ എടുക്കുന്ന മറ്റൊരു കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം, അതിൻ്റെ 1535. ഈ പാരഗ്രാഫ് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, അതിൽ വിവാഹം അതൊരു കൂദാശയാണ്, അതിലൂടെ എന്ത് സംഭവിക്കണം എന്നുള്ളതും സഭ നമ്മെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം പറഞ്ഞിരിക്കുന്നത്, മാമോദീസായിലൂടെ മാമോദീസ സ്വീകരിച്ച എല്ലാവരും യേശുവിൻ്റെ പൊതു പൗരോഹിത്യത്തിൽ പങ്കുകൊള്ളുന്നു. അതുകൊണ്ടാണ് 1 പത്രോസ് 2-ാം അധ്യായം 9-ാമത്തെ വചനം എടുക്കുമ്പോൾ, നിങ്ങൾ രാജകീയ പുരോഹിത വംശമാണ്. ഇത് എല്ലാ ക്രിസ്ത്യാനികളെയും ഉദ്ദേശിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, രാജകീയ പുരോഹിത വംശം. പറയുന്നുണ്ട്, യേശുവിൻ്റെ ആ പൊതു പൗരോഹിത്യത്തിൽ വിശ്വാസികൾ പങ്കുചേരുന്നു. രണ്ടാമത്തേത്, തിരുപ്പട്ടം സ്വീകരിക്കുന്നത്. തിരുപ്പട്ടം സ്വീകരിക്കുന്നത് വചനത്താലും വിശുദ്ധ കുർബാനയാലും വിശ്വാസികളെ പരിപോഷിപ്പിക്കാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, വിവാഹമെന്ന കൂദാശ സ്വീകരിക്കുന്നവർ അവർ ചെയ്യുന്നൊരു കാര്യം, ദാമ്പത്യ കടമ നിർവഹിക്കണം, അതിൻ്റെ മഹത്വം കാത്തു സൂക്ഷിക്കണം. അതിനുവേണ്ടി ലഭിച്ചിട്ടുള്ളതാണ് വിവാഹമെന്ന കൂദാശ. പ്രിയപ്പെട്ടവരെ, ഇക്കാര്യങ്ങൾ
ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് അതിനനുസരിച്ച് നമ്മുടെ ദാമ്പത്യം ക്രമീകരിക്കുവാനും ദൈവകൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഈ പ്രതിഷ്ഠ ജപത്തിൽ നമുക്ക് പങ്കുചേരാം. നമ്മളിന്ന് നിയോഗമായിട്ട് വയ്ക്കുന്നത് വിവാഹമോചനത്തിൻ്റെ വക്കിലെത്തി നിൽക്കുന്ന ദമ്പതിമാരുണ്ട്. അവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്ത്രീയും പുരുഷനുമായി മനുഷ്യനെ സൃഷ്ടിച്ച നല്ല ദൈവമേ, എല്ലാ ദമ്പതിമാരെയും അവരുടെ കുടുംബത്തെയും ഞങ്ങളങ്ങയുടെ തിരുഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നു. പുരുഷന് ചേർന്ന ഇണയെ ഞാൻ നൽകുമെന്ന് അരുൾ ചെയ്ത ദൈവമേ, ഞങ്ങളുടെ ജീവിത പങ്കാളിയെയും മക്കളെയും ദാമ്പത്യ ജീവിതത്തിൽ ഞങ്ങൾ നേരിടുന്ന എല്ലാ സുഖദുഃഖങ്ങളെയും ഞങ്ങൾ അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു. വിവാഹത്തെ വിരൂപമാക്കുന്ന സ്വാർത്ഥതയും അസൂയയും അശുദ്ധിയും അഹങ്കാരവും വെടിഞ്ഞ് വചനത്തിലും സ്നേഹത്തിലും വേരുപാകി അടിയുറയ്ക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥനയും പരിത്യാഗവും വിശുദ്ധിയും വിശ്വസ്തതയും ശാന്തിയും സമാധാനവും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മുഖമുദ്രയാക്കണമേ. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും അതിലൂടെ ഏറ്റവും നല്ല സുഹൃത്തുക്കളാകാനും അങ്ങയോട് ചേർന്ന് മുപ്പിരിച്ചരടാകാനും എല്ലാ ദമ്പതിമാരെയും അനുഗ്രഹിക്കണമേ. ആമേൻ. നമ്മുടെ ഇന്നത്തെ എല്ലാ അവസ്ഥകളും ഇന്നിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ ഏറ്റെടുക്കണമേ. ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ഏറ്റെടുത്ത് ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബത്തെ, ലോകം മുഴുവനെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.